ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. ഹെഡ്ലൈറ്റ് നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്യണ സമയത്ത് തന്നെ ഒരു പോയിട്ട് പെട്ടെന്ന് ബ്രൈറ്റായിട്ട് മതി അടിച്ചു പോവുകയും ചെയ്തു. തെളിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരു പോയിൻ്റ് പോയിട്ടാണ് വന്നത്. നമ്മളിവിടെ ഇന്നലെ കൊണ്ടുവന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് തെളിയുകയും അടിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെക്ടിഫയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി നമ്മൾ ഇന്നലെ വെച്ചായിരുന്നത്. അപ്പോൾ നിലവിൽ ഇതുമ്പോൾ കിടന്നിരുന്ന ബൾബ് ഈ മോഡലാണ് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ല. ഞാൻ പഴയ ബൾബൊക്കെ ഇട്ടിട്ട് ഓവറായിട്ട് റേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കും, നല്ല രീതിയിൽ റേസൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോകേണ്ടതാണ്. നിലവിൽ അങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല. ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജ് അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് വന്നത്. ബാറ്ററി സെക്ഷനും ഹെഡ്ലൈറ്റിൻ്റെ രണ്ടും ഒറ്റ യൂണിറ്റിൽ നിന്നാണ് വന്നെങ്കിലും രണ്ട് ലൈനാണ് കേട്ടോ. ബാറ്ററി ചാർജ് കാണാൻ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പോഴത്തെ സ്റ്റേജിൽ. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആയാലും ഇപ്പോൾ വേറെ പ്രോബ്ലം ഇല്ല. ഹെഡ്ലൈറ്റിന് അങ്ങനെ പ്രോബ്ലം വന്ന സമയത്ത് നമുക്ക് പാർക്കിനകത്ത് ബൾബൊക്കെ പോകണം. അതായത് ചെറിയ ബൾബ് ഉണ്ടല്ലോ ഹെഡ്ലൈറ്റിൻ്റെ, അത് കംപ്ലയിൻറ്റ് വരാറുണ്ട്. ടെയിൽ ബൾബും കൂടി പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണിച്ചതുകൊണ്ട് ഇനി അതിൻ്റെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചേർന്നത്. ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റി വിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസം തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ എഞ്ചിൻ ഓയിലൊന്ന് അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് ലെവൽ കാണുന്നില്ല കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ലെവലില്ല. പക്ഷേ വണ്ടി ചരിക്കുന്ന സമയത്ത് അടിയിൽ ടച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 300 മില്ലിയുടെ അടുത്ത് കുറവുണ്ട് ഓയിൽ കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ നിലവിൽ ടോപ്പപ്പ് ചെയ്ത് തന്നേക്കാം. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ചോളാം. ഇപ്പം നിലവിൽ വണ്ടിക്ക് ഓയിൽ കുറയണ ഒരു കംപ്ലയിൻറ്റ് പോലെ തോന്നണുണ്ട്. അപ്പോൾ ഓയിൽ കംപ്ലയിൻറ്റ് പോലെ തോന്നാമെന്നല്ല, ഇപ്പം നിലവിൽ എഞ്ചിൻ ഓയിൽ കുറവാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഇനി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. കാരണം ഒരു മാസമൊക്കെ ഓടി കഴിയുമ്പോൾ നിർബന്ധമായിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഓയിൽ കുറഞ്ഞു ഓടുകയും പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് പിടിപിടിയെന്ന് ജനറേറ്റ് ആവും. അപ്പോൾ ആ വന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധക്കുറവും കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ പിടിക്കും. പിസ്റ്റൺ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പൈസ മുടക്ക് വരും. ഇതിൻ്റെയൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എഞ്ചിൻ പണിയൊക്കെ ആയിട്ട് വന്ന 10-15,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇടയ്ക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കേസ് പറഞ്ഞാൽ വന്നേക്കുന്നുണ്ടെങ്കിലും വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കയറ്റുമ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് തോന്നിയതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഓൾറെഡി ചെറിയ സൗണ്ട് വ്യത്യാസം കാണിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഞാനിപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ കേസ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറവുള്ളത് ടോപ്പപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളാം കേട്ടോ.